ഹായ് അസ്സലാമലൈക്കും. ഷെയറാസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസ് ആണ്. വലിയവർക്കായാലും കുട്ടികൾക്കായാലും മയണൈസ് നല്ല ഇഷ്ടമാണ്. പക്ഷേ അത് അൺഹെൽത്തി ആയതുകൊണ്ട് തന്നെ കഴിക്കാനും എല്ലാവർക്കും പേടിയാണ്. മുട്ടയും ഓയിലും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് മയണൈസ് ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് പിരിഞ്ഞു വരും. തിളപ്പിച്ച് പിരിച്ചെടുത്ത പാല് ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ച കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടിന് പകരം കപ്പലണ്ടി എടുക്കാം, അല്ലെങ്കിൽ വെള്ളക്കടല നമുക്ക് കുതിർത്ത് അതും ചേർക്കാവുന്നതാണ്. ഒരു സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെച്ച് ഒരു സാൻഡ്വിച്ച് കൂടി ഉണ്ടാക്കി നോക്കാം. ചെറുതായി അരിഞ്ഞ് കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, കുറച്ച് സവാള, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് എല്ലാം കൂടി മയണൈസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനും, അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുക്കാനും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. ഇതിനി ചൂടായ ഒരു പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചാനലിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനലുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അത് എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം.